2025 നവംബർ 26 വാഷിംഗ്ടൺ DC-യിൽ വൈറ്റ് ഹൗസിന് സമീപം നടന്ന ഒരു വെടിവെപ്പിൽ US ആർമി സ്പെഷ്യലിസ്റ്റ് സാറ ബെക്സ്ട്രോം എന്ന 20 വയസ്സുള്ള നാഷണൽ ഗാർഡ് അംഗം കൊല്ലപ്പെട്ട സംഭവം നടന്നിട്ടുണ്ട്. പശ്ചിമ വിർജീനിയയിൽ നിന്നുള്ള സൈനികയായിരുന്നു സാറ. ഈ ആക്രമണത്തിൽ മറ്റൊരു ഗാർഡ് അംഗത്തിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണം നടത്തിയയാളെ തിരിച്ചറിഞ്ഞു. റഹ്മത്തുള്ള ലഗൻവാൾ എന്ന 29 വയസ്സുള്ള അഫ്ഗാൻ പൗരനാണ് ഇതിനു പിന്നിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഈ സംഭവം നടന്നയുടൻ നവംബർ 27, 28 തീയതികളിൽ പ്രസിഡന്റ് ട്രംപ് ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തി. എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിലുള്ളവരുടെ കുടിയേറ്റത്തിന് സ്ഥിരമായ നിർത്തലാക്കൽ പ്രഖ്യാപിച്ചു. അമേരിക്കൻ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായി കരകയറാൻ ഇത് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ട്രംപിന്റെ ഈ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭരണകാലത്തെ ഏറ്റവും കർശനമായ കുടിയേറ്റ നയങ്ങളിൽ ഒന്നാണ്. ഇത് രാജ്യസുരക്ഷയെ മുൻനിർത്തിയാണ് അവതരിപ്പിച്ചത്. ഈ നയം വഴി ബൈഡൻ ഭരണകാലത്ത് അനുമതി ലഭിച്ച ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രവേശനം റദ്ദാക്കാനും വിദേശികൾക്കുള്ള ഫെഡറൽ ആനുകൂല്യങ്ങൾ നിർത്തലാക്കാനും സുരക്ഷാ ഭീഷണിയായോ പാശ്ചാത്യ സംസ്കാരത്തിന് ചേരാത്തവരോ ആയി കണക്കാക്കുന്ന വിദേശികളെ നാടുകടത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. 2025 നവംബർ 26 ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 2:15 രണ്ട് പശ്ചിമ വിർജീനിയ നാഷണൽ ഘടകങ്ങൾ US ആർമി സ്പെഷ്യലിസ്റ്റ് സാറ ബെക്സ്ട്രോമും US എയർഫോഴ്സ് സ്റ്റാഫ് സർജന്റ് ആൻഡ്രൂ വോഫും വൈറ്റ് ഹൗസിൽ നിന്ന് ഏകദേശം 2 ബ്ലോക്ക് അകലെയുള്ള ഫരാഗട്ട് വൈറ്റ് മെട്രോ സ്റ്റേഷന് സമീപം പെട്രോളിംഗ് നടത്തുകയായിരുന്നു. അപ്പോഴാണ് അവർക്ക് നേരെ വെടിയുതിർത്തത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ലഗൻവാൾ ഘാടകങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. എന്നിട്ട് വെടിയുയർത്തുകയായിരുന്നു. വളരെ അടുത്തു നിന്നാണ് അദ്ദേഹം ബെക്സ്ട്രോമിന്റെ നെഞ്ചിലും തലയിലും വെടിവെച്ചത്. അതിനുശേഷം വോൾഫിന് നേരെയും പലതവണ നിറയൊഴിച്ചു. സമീപത്തുണ്ടായിരുന്ന മറ്റൊരു നാഷണൽ ഗാർഡ് അംഗം ലഗൻവാളിനെ നേരിടുകയായിരുന്നു. ലഗൻവാളിന് വെടിയേറ്റ് പരിക്കേൽക്കുകയും തുടർന്ന് അയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ലഗൻവാളിന് 4 വെടിയുണ്ടകളാണ് ഏറ്റത്. പരിക്കേറ്റ അദ്ദേഹത്തെ ഒരു ആംബുലൻസിൽ ഏറെക്കുറെ നഗ്നായ നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. സാറ ബെക്സ്ട്രോം പശ്ചിമ വിർജീനിയയിലെ സമ്മേഴ്സ്വില്ലെ സ്വദേശിനിയാണ്. 2023 ജൂൺ 6 പശ്ചിമ വിർജീനിയ ആർമി നാഷണൽ ഗാർഡിൽ ചേർത്തത്. 111 എഞ്ചിനീയറിംഗ് ബ്രിഗേഡിലെ 863 മിലിറ്ററി പോലീസ് കമ്പനിയിൽ അംഗമായിരുന്നു. അറ്റോർണി ജനറൽ പാം ബോണ്ടിയുടെ വാക്കുകളിൽ താങ്ക്സ്ഗിവിംഗ് അവധി ദിവസങ്ങളിൽ സേവനം അനുഷ്ഠിക്കാൻ സാറ ബെക്സ്ട്രോം സ്വമേധയാ വാഷിംഗ്ടൺ DC-യിലേക്ക് പോയതായിരുന്നു. നവംബർ 27 പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ അവർ മരണപ്പെട്ടു. ഈ സംഭവത്തിലെ ആദ്യത്തെ മരണമായിരുന്നു ഇത്. ആൻഡ്രൂ വോൾഫ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. 29 വയസ്സുള്ള റഹ്മത്തുള്ള ലഗൻവാൾ 2021 അമേരിക്കയിലേക്ക് എത്തിയത് ഓപ്പറേഷൻ അലൈസ് വെൽക്കം എന്ന പുനരധിവാസ പരിപാടി വഴിയാണ്. 2021 ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈന്യം പിൻവാങ്ങിയതിന് പിന്നാലെയാണ് ഈ പരിപാടി ആരംഭിച്ചത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ലഗൻവാൾ മുമ്പ് അഫ്ഗാൻ 01 യൂണിറ്റിൽ സൈനികനായിരുന്നു. ഈ യൂണിറ്റ് US ഇന്റലിജൻസ് സ്ഥാപിച്ചതും പരിശീലിപ്പിച്ചതും സജ്ജമാക്കിയതുമായിരുന്നു. US സൈനികരുമായും CIA ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. റോയിറ്റേഴ്സ് പരിശോധിച്ച ഒരു US സർക്കാർ രേഖ അനുസരിച്ച് ലഗൻവാൾ 2021 ബൈഡൻ ഭരണകൂടത്തിന്റെ പരിപാടി വഴി അമേരിക്കയിലേക്ക് എത്തിയതെങ്കിലും 2025 ട്രംപ് ഭരണകൂടം അദ്ദേഹത്തിന് അഭയം അനുവദിക്കുകയായിരുന്നു. ലഗൻവാൾ അഫ്ഗാൻ സൈന്യത്തിൽ 10 വർഷത്തോളം US സ്പെഷ്യൽ ഫോഴ്സുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും കണ്ടഹാറിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ ആക്രമണത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വേട്ടയാടപ്പെട്ടവരാണെന്ന് കുടുംബം പറയുന്നു. അമേരിക്കയിലെത്തിയ ശേഷം ലഗൻവാൾ വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ ബെല്ലിംഗ്ഹാമിൽ താമസമാക്കി. അവിടെ നിന്ന് അദ്ദേഹം വാഷിംഗ്ടൺ DC-യിലേക്ക് വാഹനം ഓടിച്ചു വരികയായിരുന്നു. അവിടെ എത്തിയാണ് അദ്ദേഹം ഈ ആക്രമണം നടത്തിയത്. പോലീസ് പറയുന്നത് ഇത് ഒരു പതിയിരുന്ന് നടത്തിയ ആക്രമണമാണെന്നും ഇതിന് ഉപയോഗിച്ചത് .357 സ്മിത്ത് ആൻഡ് വെസൺ റിവോൾവർ ആണെന്നുമാണ്. ലഗൻവാൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്നും ആക്രമണത്തിന്റെ കാരണം വെളിപ്പെടുത്തിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. ഈ വെടിവെപ്പ് ഒരു അന്താരാഷ്ട്ര ഭീകരാക്രമണമാണോ എന്ന് കണ്ടെത്താൻ FBI അന്വേഷണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ പ്രേരണയുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. തുടർന്ന് 2025 നവംബർ 27 രാത്രിയും നവംബർ 28 രാവിലെയും പ്രസിഡന്റ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന പ്ലാറ്റ്ഫോമിൽ നിരവധി പ്രസ്താവനകളിലൂടെ കർശനമായ കുടിയേറ്റ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായി കരകയറാൻ അവസരം നൽകുന്നതിനായി എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തലാക്കും എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. കുടിയേറ്റ പരിശോധനാ സംവിധാനത്തിലെ പരാജയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ നയത്തിന് കാരണമെന്ന് അദ്ദേഹം വിശദീകരിച്ചു.
മൂന്നാം ലോക രാജ്യങ്ങൾ എന്നതുകൊണ്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതുപോലെ സ്ഥിരമായ നിർത്തലാക്കൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും പ്രവർത്തനപരമായി എങ്ങനെ നടപ്പാക്കുമെന്നും വിശദീകരിച്ചിട്ടില്ല. ട്രംപിന്റെ കുടിയേറ്റ നയ പുതുക്കൽ പ്രഖ്യാപനത്തിൽ 5 പ്രധാന കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായി കരകയറാൻ വേണ്ടി എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തലാക്കും. ബൈഡൻ ഭരണകൂടം അനുമതി നൽകിയ ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുടെ നിലവിലെ സ്ഥിതി റദ്ദാക്കുമെന്നും അമേരിക്കയ്ക്ക് ഒരു മുതൽക്കൂട്ടല്ലാത്ത ആരെയും പുറത്താക്കുമെന്നും ട്രംപ് പറഞ്ഞു. ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കുമെന്നും പൊതു ചുമതലയായി കണക്കാക്കപ്പെടുന്നവരെയോ സുരക്ഷാ ഭീഷണിയായവരെയോ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരവുമായി പൊരുത്തപ്പെടാത്തവരെയോ നാടുകടത്തുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിദേശികൾക്കുള്ള എല്ലാ ഫെഡറൽ സഹായങ്ങളും സബ്സിഡികളും നിർത്തലാക്കും. നവംബർ 27-ന് ട്രംപ് പ്രഖ്യാപിച്ച നിർദ്ദേശത്തെ തുടർന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധേയമായ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള എല്ലാ വിദേശികളുടെയും ഗ്രീൻ കാർഡുകൾ സമഗ്രവും കർശനവുമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന് കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിലും USCIS 19 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ ലക്ഷ്യമിട്ട് ഒരു പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇത് ട്രംപിന്റെ 2025 ജൂണിലെ യാത്രാ നിരോധനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയാണ്. ഈ പട്ടികയിൽ ഇന്ത്യയില്ല. പ്രത്യേകമായി എടുത്തു പറയേണ്ടത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ അപേക്ഷകളുടെയും പ്രോസസ്സിംഗ് ഉടനടി പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ നയത്തെ ഒരു ദേശീയ സുരക്ഷാ ആവശ്യകതയുമായാണ് ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്നത്. വെടിവെപ്പിനെ തിന്മയുടെ പ്രവൃത്തി, വെറുപ്പിന്റെ പ്രവൃത്തി, ഭീകരാക്രമണം എന്നും നമ്മുടെ മുഴുവൻ രാഷ്ട്രത്തിനും എതിരായ കുറ്റമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ഈ സംഭവം നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ ദേശീയ സുരക്ഷാ ഭീഷണിയെ അടിവരയിടുന്നു എന്നും ബൈഡന്റെ കീഴിൽ നമ്മുടെ രാജ്യത്തേക്ക് പ്രവേശിച്ച അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഓരോ വിദേശിയെയും ഞങ്ങൾ പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എങ്കിലും ഈ ഭീകരവാദപരമായ വാദത്തിന് ഒരു പ്രശ്നമുണ്ട്. കാരണം ലെഗൻവാൾ 2021-ൽ ബൈഡൻ ഭരണകൂടത്തിന്റെ പരിപാടി വഴി അമേരിക്കയിൽ എത്തിയതെങ്കിലും അദ്ദേഹത്തിന് അഭയം ലഭിച്ചത് 2025-ൽ ട്രംപിന്റെ ഭരണകൂടത്തിന്റെ കീഴിലാണ്. അഫ്ഗാനിസ്ഥാനിലെ US ബന്ധമുള്ള സൈനിക യൂണിറ്റുകളിലെ അദ്ദേഹത്തിന്റെ മുൻകാല സേവനം കാരണം സുരക്ഷാപരമായ ആശങ്കകൾ നിലനിന്നിരിക്കാം. കുടിയേറ്റ നിർത്തലാക്കൽ പ്രഖ്യാപനം ട്രംപ് ഭരണകൂടത്തിന്റെ വിശാലമായ കുടിയേറ്റ അജണ്ടയുടെ ഭാഗമാണ്. ഇതിനകം ഉൾപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിസ ഫീസുകൾ വർദ്ധിപ്പിക്കുകയും H-1B വിസ നിയമങ്ങൾ കർശനമാക്കുകയും ചെയ്തു. പരിശോധനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും മൂന്നാം രാജ്യങ്ങളിലേക്കുള്ള വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ജോലി സ്ഥലങ്ങളിലെ നിയമ നടപടികളും നാടുകടത്തൽ സംരംഭങ്ങളും വർദ്ധിച്ചു. അഭയ സംരക്ഷണങ്ങൾ നിഷേധിക്കാനും വേഗത്തിലുള്ള നടപടികൾക്കും ശ്രമിച്ചു. ഈ ഏറ്റവും പുതിയ പ്രഖ്യാപനം ട്രംപിന്റെ 2ാമത്തെ ഭരണകാലത്തെ ഏറ്റവും വിപുലമായ കുടിയേറ്റ നിയന്ത്രണമാണ്. മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിന് ട്രംപ് പ്രഖ്യാപിച്ച സ്ഥിരമായ നിർത്തലാക്കൽ കർശനമായ കുടിയേറ്റ വ്യവസ്ഥയിലേക്കുള്ള ഒരു അടിസ്ഥാന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വൈറ്റ് ഹൗസ് വെടിവെപ്പ് സംഭവത്തെ വ്യക്തമായി ന്യായീകരിക്കുന്നുണ്ട്. ഈ നയം പൂർണ്ണമായി നടപ്പിലാക്കുകയാണെങ്കിൽ നിരവധി വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള നിയമപരമായ കുടിയേറ്റ വഴികൾ അടയപ്പെടും. നിലവിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ പൗരത്വം റദ്ദാക്കാനും അവരെ നാട് കടത്താനും സാധ്യതയുണ്ട്. എല്ലാ വിദേശികൾക്കുമുള്ള ഫെഡറൽ ആനുകൂല്യങ്ങൾ നിർത്തലാക്കും. 19 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് കർശനമായ പരിശോധനകൾ നേരിടേണ്ടി വരും. നടപ്പാക്കലിന് വിധേയമായ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. കാരണം മൂന്നാം ലോക രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഒരു മുതൽക്കൂട്ട് തുടങ്ങിയ പ്രധാന പദങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും USCIS ഇതിനകം നിർദ്ദേശത്തിന്റെ ചില ഭാഗങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ പ്രോസസ്സിംഗും ഭരണകൂടം വ്യക്തമായി നിർത്തിവെച്ചിട്ടുണ്ട്. മരണത്തെ തുടർന്നാണ് വരുന്നത്. എന്നാൽ നയത്തിന്റെ അവതരണം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. കാരണം ആക്രമണകാരി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളയാളാണെങ്കിലും അദ്ദേഹത്തിന് അഭയം ലഭിച്ചത് ബൈഡൻ ഭരണകൂടത്തിന്റെ കീഴിലല്ല, മറിച്ച് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ കീഴിലാണ്. US ബന്ധമുള്ള അഫ്ഗാൻ സൈനിക യൂണിറ്റുകളിലെ അദ്ദേഹത്തിന്റെ മുൻകാല സേവനം കാരണം സുരക്ഷാപരമായ ആശങ്കകൾ നിലനിന്നിരിക്കാം.